കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിലുണ്ടായ വാഹനം കൂട്ടിമുട്ടിയ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ആ വിഷയം. നമുക്കറിയാം, ആ ഒരു സംഭവം നമുക്ക് സാധാരണഗതിയിൽ ചെറുതും വലുതുമായ വാഹനങ്ങൾ തമ്മിൽ കൂട്ടുമുട്ടുക, അങ്ങനെ അപകടങ്ങൾ സർവ്വസാധാരണമാണ്. അതെല്ലാ പ്രദേശത്തും എല്ലാ നാട്ടിലും ഉണ്ടാവാറുണ്ട്. ഈ വിഷയമെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം വൈകുന്നേരം രണ്ട് ചെറുപ്പക്കാരായ കുട്ടികൾ, അവർ മൈനറാണ്, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഈരാറ്റുപേട്ട ഭാഗത്തു നിന്നും തീക്കോയി പ്രദേശത്തേക്ക് ബൈക്ക് ഓടിച്ചു പോവുകയും തൊട്ടുപിറകിലായി സോഷ്യൽ മീഡിയയിൽ പരാതിയുമായി വന്നയാൾ തൊട്ടുപിറകിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ആ സമയത്ത് വാഹനം ഓടിച്ചത്. ഈ ബൈക്ക് മുന്നോട്ട് പോയി ഈരാറ്റുപേട്ട ബർക്കാത്ത് ഓഡിറ്റോറിയത്തിൻ്റെ മേൽഭാഗത്ത് കയറ്റം കയറി ഒരു ബൈ റോഡിലേക്ക് പെട്ടെന്ന് കുട്ടികൾ വെട്ടിച്ച് കയറ്റിയപ്പോഴത്തേക്കും സഡൻ ബ്രേക്ക് ഇട്ടപ്പോഴത്തേക്കാണ് ഈ പരാതിക്കാരൻ്റെ വാഹനത്തിന് തൊട്ടുപുറകിൽ വന്ന മറ്റൊരു ഗുഡ്സ് വെഹിക്കിൾ വന്ന് ആ ഇന്നോവ കാറിൻ്റെ ബാക്കിൽ വന്ന് ഇടിച്ച് അവിടെ ആ വാഹനത്തിന് ഡാമേജ് ഉണ്ടായത്. ഒരിക്കലും ആ കുട്ടികളെ സംബന്ധിച്ച് ഈ തൊട്ടുപുറകിൽ വരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിൽ വരുന്ന വാഹനം അവിടെ കൂട്ടിയിടിച്ച് വാഹനത്തിന് ഡാമേജ് ഉണ്ടാകണം എന്നുള്ള ഒരു കരുതലോടെയൊന്നും ആ കുട്ടികൾ അത് ചെയ്തതല്ല. ആ കുട്ടികൾ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണെങ്കിൽ അവർ ചെയ്ത തെറ്റിനെ ഒരിക്കലും നമ്മൾ ന്യായീകരിക്കുകയല്ല. അവർ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പൊതുനിരത്തിലിറങ്ങി വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഏത് ശിക്ഷാ നടപടികളാണോ അതിനെ ഫേസ് ചെയ്യാൻ അവർ തയ്യാറാവണം. അത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യമാണ്. പൊതുവേ ഈരാറ്റുപേട്ട എന്ന് പറയുന്നത് കൂടുതൽ ജനസാന്ദ്രത കൂടിയ പ്രദേശമായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ട്രാഫിക് വയലേഷൻസും അതുപോലെ വെഹിക്കിൾ ആക്ട് പ്രകാരമുള്ള കുറേ ഒഫൻസുകളും ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. കുറച്ച് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെയുള്ള ബോധവൽക്കരണങ്ങൾ ശക്തമായി നടന്നു വരികയാണ്. കുട്ടികളെ നമ്മൾ ന്യായീകരിക്കുകയില്ല. അവർ തെറ്റ് ചെയ്തെങ്കിൽ ആ തെറ്റിനെ നിയമപരമായി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ SHOയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ടും കൃത്യമായി മൈനർ കുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വിഷയത്തിൽ അവിടെ ഒരു വർഗീയ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു വിദ്വേഷം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ അതിനെ സാമുദായികവൽക്കരിച്ചുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന പരാതിക്കാരൻ ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും അങ്ങനെ ഇത് കേരളം മുഴുവൻ വൈറലാകുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. ആ വിഷയത്തിൽ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി ആ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് മുനിസിപ്പൽ ചെയർമാൻ എന്ന നിലയിൽ ഞാനും, ഇവിടെ പാർലമെൻ്ററി പാർട്ടി ലീഡർ സുനിൽകുമാറുണ്ട്, പ്രിയപ്പെട്ട ബാസിത്തുണ്ട്, സുബൈർ വെള്ളാപ്പള്ളിയുണ്ട്, സവാദിൻ ചക്കാരനുണ്ട്. അപ്പോൾ ആ നിലയിൽ ഈ വിഷയത്തിൽ പോലീസുമായി ബന്ധപ്പെട്ടപ്പോഴത്തേനും മൈനറായിട്ടുള്ള കുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പൊതുനിരത്തിലിറങ്ങി വാഹനം ഓടിച്ചതിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആ ബൈക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അങ്ങനെ കേസുകൾ ഈരാറ്റുപേട്ടയിൽ മാത്രമല്ല, അത് ധാരാളം പ്രദേശങ്ങളിൽ അങ്ങനെ നടക്കാറുണ്ട്. ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന ഈ പരാതിക്കാരൻ അത് മനഃപൂർവ്വം ഒരു വർഗീയത രീതിയിൽ അല്ലെങ്കിൽ സാമുദായികമായ രീതിയിൽ ഇവിടെ കമ്മ്യൂണൽ വിദ്വേഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതാണ്. സ്വാഭാവികമായിട്ടും വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ചാൽ നിയമപരമായി പോലീസിൽ ചെല്ലുക. അവർ സ്റ്റേഷനിൽ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്കും അവർ ചെയ്യേണ്ട രീതിയിലുള്ള എല്ലാ പരാതികളും സ്വീകരിക്കുകയും അതിന് ആവശ്യമായിട്ടുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. അപ്പോൾ അത്തരത്തിൽ ഇതാണ് അവിടെ ഉണ്ടായ ഒരു സത്യാവസ്ഥ. അതിന് ഈരാറ്റുപേട്ട എന്ന് പറയുന്നത് ഇവിടെ നാനാജാതി മതസ്ഥരായ ആളുകൾ സാഹോദര്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു നാടാണ്. ഇവിടെ പെരുന്നാളുകൾ വന്നാലും അമ്പലങ്ങളിൽ ഉത്സവങ്ങൾ വന്നാലും എന്ത് മത ചടങ്ങുകൾ വന്നാലും ഇവിടെയുള്ള ആളുകളെല്ലാം പരസ്പരം സാഹോദര്യത്തോടുകൂടി സൗഹാർദ്ദത്തോടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നു വന്നിട്ടുള്ളത്. ഈ നാടിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് ആളുകൾ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നാടിനെക്കുറിച്ചും ഇവിടെ ജീവിക്കുന്ന ആളുകളെക്കുറിച്ചും വിദ്വേഷം പറഞ്ഞ് മുമ്പ് വന്നിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ വിദ്വേഷത്തെയും വർഗീയതയെയും ഒക്കെ ഇവിടുത്തെ നാട്ടുകാർ പുച്ഛിച്ച് ഒഴിവാക്കി തള്ളിക്കളഞ്ഞിട്ടേ ഉള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു ചരിത്രം. ഈ നാടെന്ന് പറയുന്നത്, ഇവിടെ ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു പ്രദേശം ഈ കേരളത്തിലോ ഇപ്പോൾ ഉണ്ടായാൽ അവിടെ ഏറ്റവും ആദ്യം ഓടിച്ചെല്ലുന്ന രക്ഷാപ്രവർത്തകർ ഈ നാട്ടിൽ നിന്നുള്ളവരാണ്. അതുപോലെ തന്നെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളും ഒക്കെ എന്ന് വേണ്ട, അവിടെയൊന്നും ഇവിടെയുള്ള ആളുകൾ ജാതിയും മതവും നോക്കാതെ എല്ലാ നന്മയായ കാര്യങ്ങളും ചെയ്തിരുന്ന നാടാണ്. ഈ നാടിനെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അയാളുടെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളത് അയാളെ ആ വ്യക്തിയെ കൃത്യമായിട്ട് പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും. അയാളുടെ ഇൻറ്റൻഷൻ ഇത് തന്നെയാണ്. സാധാരണ ഉണ്ടായ ഒരു വാഹന അപകടം, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പണി ചെയ്യുക, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഓടിച്ചുകൊണ്ട് പോയ ആ വാഹനത്തിൻ്റെ മുമ്പിൽ ഈ കുട്ടികൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ, ഏതെങ്കിലും തരത്തിൽ വാഹനം മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ മാർഗതടസ്സം ഉണ്ടാക്കി എന്നുള്ള വീഡിയോ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. ആ വീഡിയോ അദ്ദേഹം പുറത്തു വരട്ടെ. ഇനി അങ്ങനെയെങ്കിൽ പോലും നമുക്ക് അതിനെ നിയമ നടപടിയിലേക്ക് പോകാൻ പറ്റും. ഈ കുട്ടികൾ ചെയ്ത കാര്യത്തെ നമ്മൾ ഒരിക്കലും ന്യായീകരിക്കുകയല്ല. അത്
പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഒരിക്കലും വാഹനം പൊതുനിരത്തിൽ ഇറക്കാൻ പാടില്ല. അതിന് നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് നിയമപരമായ കാര്യങ്ങൾ പോലീസ് ചെയ്തു വരുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ആ കാര്യത്തിൽ കൂടുതലും ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളായ കുട്ടികൾ ഈ പ്രദേശത്ത് കൂടുതലായി ഉള്ളതുകൊണ്ട് ആ തരത്തിലുള്ള ബോധവൽക്കരണമൊക്കെ ഇവിടെയുള്ള മതസ്ഥാപനങ്ങളിൽ നമ്മളെപ്പോലുള്ള ജനപ്രതിനിധികളൊക്കെ ആ കാര്യത്തിൽ ഒരു നല്ലൊരു ബോധവൽക്കരണം നടത്തി വരുന്നുണ്ട്. പക്ഷെ ആ വിഷയത്തിൽ ഇതൊന്നുമല്ല പ്രശ്നം. എന്ത് കണ്ടാലും പെട്ടെന്ന് ഈരാറ്റുപേട്ടയെക്കുറിച്ച് വരുമ്പോഴത്തേക്കും അവിടെ ഒരു വിദ്വേഷവും ഒരു വർഗീയതയും സൈഡ് പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണം അത് സോഷ്യൽ മീഡിയയിലൂടെ ആകുമ്പോഴത്തേക്കും ലോകം മൊത്തം കത്തിപ്പടരുമെന്ന് എല്ലാവർക്കും അറിയാം. ആ നിലയിൽ വളരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആസൂത്രിതമായിട്ട് മാത്രമാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഈ വ്യക്തി ഈ നാടിനെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള ഒറ്റ കാര്യത്തിലാണ്. എവിടെയൊക്കെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ വാഹനാപകടം ഉണ്ടാകുമ്പോഴത്തേക്കും റോഡിൽ അപകടത്തിൽ പരിക്കേറ്റ ആള് കിടക്കുന്ന എത്രയോ ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് ഈ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ച് ജാതി മതവും നോക്കാതെ എല്ലാ സഹായവും പരസ്പരം ചെയ്തു പോകുന്ന നാടാണ്. അപ്പോൾ ആ നിലയിൽ നമ്മളെ സംബന്ധിച്ച് ഈ നഗരസഭ എന്ന നിലയിൽ ഈ വിഷയത്തിൽ ഈ നാടിനെ അപകീർത്തിപ്പെടുത്തിയ വ്യക്തിക്കെതിരെ നിയമപരമായ നമ്മൾ മുന്നോട്ട് പോകാൻ നഗരസഭ തീരുമാനിച്ചിരിക്കുകയാണ്. അയാൾക്കെതിരെ പരാതി കൊടുത്ത് നിയമപരമായ കാര്യങ്ങളിലേക്ക് നഗരസഭയും മുന്നോട്ട് പോകും. പോലീസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പരാതിയിന്മേൽ ആ കുട്ടിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ആ കുട്ടിയുടെ പേരൻസിനെതിരെ കേസെടുത്തിട്ടുണ്ട്. അത് BNS ആക്ട് പ്രകാരവും മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരവും ഒക്കെ കേസെടുത്ത് അത് അവരുടേതായ രീതിയിൽ പോലീസിൻ്റെതായ നടപടികളായി മുന്നോട്ട് പോവുകയാണ്. ഇതാണ് മുനിസിപ്പൽ ഭരണസമിതിയിലെ ആളുകൾ എന്നതിൽ നമുക്ക് പറയാനുള്ളത്.